إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد فاتقوا الله إن الله خبير بما تعملون സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യം കണ്ട ഒരു വലിയ മഹാദുരന്തത്തിന് നമ്മൾ സാക്ഷിയാകേണ്ടി വന്നു. നമുക്കറിയാം, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് 242 ആളുകളുമായി ലണ്ടനിലേക്ക് ഉയർന്നു പൊങ്ങിയ വിമാനം നിമിഷങ്ങൾക്കകം തകർന്ന് ഒരു വ്യക്തി മാത്രം ബാക്കിയായി. ബാക്കി മുഴുവൻ പേരും മരണപ്പെട്ട വാർത്ത പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ വായിച്ചവരും കേട്ടവരുമൊക്കെയാണ് നമ്മൾ. ഇത്തരം ദുരന്തങ്ങളുടെ മുന്നിൽ ഒരു സത്യവിശ്വാസിക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. നമുക്കറിയാം, ഒരുപാട് സ്വപ്നങ്ങളുമായി, പ്രതീക്ഷകളുമായി വിമാനം കയറിയവരാണ് അതിലെല്ലാ ആളുകളും. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയാതെ, അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ കീഴൊതുങ്ങേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യമാണ് ആ വലിയൊരു മഹാദുരന്തം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെല്ലാം മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, മനുഷ്യൻ എത്ര വളർന്നാലും, മനുഷ്യൻ എത്ര അറിവിന്റെയും കഴിവിന്റെയും പാരമ്യതയിലെത്തിയാലും, പ്രതിസന്ധികൾക്ക് മുമ്പിൽ, പ്രയാസങ്ങൾക്ക് മുമ്പിൽ, പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ നിസ്സാരതയും നിസ്സഹായതയും നമുക്ക് ബോധ്യപ്പെടും. രണ്ടാമത്തെ കാര്യം, ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി പ്രതീക്ഷകളോടുകൂടി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ യാത്ര ചെയ്ത മനുഷ്യർക്ക് എന്തൊക്കെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു.
നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പ്രതീക്ഷകളുടെയും കണക്കുകൂട്ടലുകളുടെയും അപ്പുറം അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മാത്രമാണ് ലോകത്ത് സംഭവിക്കുക എന്ന തിരിച്ചറിവ് കൂടി ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൂറത്തു ഹശ്റിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചത്. ഇവിടെ ഇരിക്കുന്ന, എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ എന്നോടും, ഇന്ന് നമ്മൾ മരിച്ചാൽ നാളത്തേക്ക് വേണ്ടി നമ്മൾ എന്താണ് നമ്മൾ കരുതി വെച്ചത്. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. നമ്മെ സൃഷ്ടിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് ഭക്ഷണം തരുന്ന അള്ളാഹു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് തഫ്സീർ ഇബ്നു കസീറിൽ നമുക്ക് കാണാം, ഹാസിബു ഖബല അൻ തുഹാസബു, എപ്പോഴും നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ നടത്തണം. അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ഒന്ന് വിചാരണ നടത്തണം. വീണ്ടും പറയുന്നു, വൻദുറു മദ്ദഹർതും ലിഅൻഫുസികും മിനൽ അഅമാലി സ്വാലിഹ ലിയൗമി മആദികും വഅർദികും അലാ റബ്ബികും, നാളെ മരിച്ച് റബ്ബിന്റെ മുന്നിലേക്ക് ചെന്നാൽ എന്താണ് അവന്റെ മുന്നിൽ കാഴ്ചവെക്കാൻ അമലുകളായി നമ്മുടെ കൈവശമുള്ളത്. റബ്ബിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ എന്ത് അമലുകളാണ്, എന്ത് നന്മകളാണ്, എന്ത് സൽക്രമമാണ് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ നേടിയെടുത്തത്, സ്വായത്തമാക്കിയത് എന്ന് ഒരാത്മവിചാരണ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെടുന്നത്. പരലോകത്ത് വിചാരണ എളുപ്പമാകാൻ നാം ഇടയ്ക്കിടക്ക് വിചാരണ നടത്തേണ്ടതുണ്ട് എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഞാനിപ്പം മരിച്ചാൽ എന്റെ ഈമാന് ശരിയാകാതെയാണ് മരിച്ചതെങ്കിൽ നാളെ പരലോകത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് എന്റെ ഈമാൻ ശരിയാണോ? അതിന് ബാധിക്കുന്ന രോഗങ്ങൾ, ശിർക്കും കുഫറും നിഫാക്കും റിയാവും, എന്റെ വിശ്വാസത്തിൽ നിന്ന്, എന്റെ വിശ്വാസത്തിന്റെ മേഖലകളെ മലിനമാക്കുന്ന ഈ രോഗങ്ങളിൽ നിന്ന് എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. യഥാർത്ഥ ഈമാനിനെ ബാധിക്കുന്ന വല്ല പുഴുക്കുത്തും എന്റെ ജീവിതത്തിലുണ്ടോ അത് നമ്മൾ പരിശോധിക്കണം. ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന, അല്ലാഹുവേ, ഹിദായത്ത് എന്ന വെളിച്ചം തന്നതിന് ശേഷം ആ നന്മയുടെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ തെറ്റിച്ച് കളയരുത് റബ്ബേ എന്ന് മനസ്സറിഞ്ഞ് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ, തൗഹീദിന്റെ മാർഗത്തിൽ ജീവിക്കാൻ എനിക്ക് അവസരം നീ തന്നു. ആ മാർഗത്തിൽ എന്നെ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, ലശ്ശിർകു അഖ്ഫാ മിൻ ദബീബിൻ നംലി, കറുത്ത പാറക്കെട്ടിലൂടെ കറുകറുത്ത ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാളും ഗോപ്യമായി ശിർക്ക് നിന്നിലേക്ക് അരിച്ചു വരുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ അദുല്ലുക അലാ മാ യദ്ഹബു സിഗാറ ശിർകി വകബീറ, എത്ര ചെറിയ ശിർക്കാണെങ്കിലും വലിയ ശിർക്കാണെങ്കിലും നിന്റെ ജീവിതത്തിൽ നിന്ന് പോക്കിക്കളയാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അതിനെ വിഭാടനം ചെയ്യാൻ, അതിനെ നിർമാർജനം ചെയ്യാൻ ഞാനൊരു കാര്യം ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? അവര് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് പറഞ്ഞു തരണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എല്ലാ പ്രഭാതത്തിലും നീ നിന്റെ റബ്ബിനോട് തേടണം, നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം, അല്ലാഹുവേ,
അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അറിയാതെ ശിർക്ക് ചെയ്തു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് പൊറുക്കലിന് ചോദിക്കുന്നു റബ്ബേ എന്ന പ്രാർത്ഥന പ്രഭാതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് എത്ര വലിയ ശിർക്കാണെങ്കിലും എത്ര ചെറിയ ശിർക്കാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന പ്രാർത്ഥനയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശിർക്കിനെ നമ്മൾ പേടിക്കണം. ശിർക്കിന്റെ പടികളെ നമ്മൾ പേടിക്കണം. മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് എന്റെ ഉമ്മത്തിലെ ചെറിയ ശിർക്കാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റിയാഇന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സ്വതക്ക കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഒരിക്കലും നമ്മൾ അവരിലുണ്ടാകരുത്. പ്രവാചകന്മാരുടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചത് ഒരു മഹാപ്രവാചകനാണ്. ഞാൻ പ്രവാചകനല്ലേ, ഞാൻ മഅസൂമല്ലേ എന്ന് വിചാരിച്ചല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു പോകാതിരിക്കാൻ മക്കൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും മനസ്സറിഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിച്ചു. മാത്രമല്ല സഹോദരങ്ങളെ, ശിർക്കിനെ പേടിക്കേണ്ടതില്ല എന്ന നിലയിൽ വ്യാപകമായ പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലെയും പ്രാർത്ഥനകൾ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. അല്ലാഹുവേ, കുഫറിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, അതെന്താണ്, അത്യാവശ്യത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അവിടെ നോക്കൂ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ വേറൊരാളോട് പൈസ ചോദിക്കുക, സഹായം ചോദിക്കുക എന്ന് പറയുമ്പോൾ അഭിമാനത്തിന്റെ അങ്ങേ തലയാണ്. അങ്ങേ തലയിലെത്തുമ്പോഴാണ് നമ്മൾ ഒരാളോട് കടം ചോദിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ വരിക. അതിൽ നിന്ന് അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശികാക്. സത്യം അറിഞ്ഞിട്ടും ആ സത്യത്തിനെതിരാകുന്ന മാനസികാവസ്ഥ, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വന്നിഫാഖ്, കാപട്യത്തിൽ നിന്ന്, വസൂഇൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസി പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ മേഖല, നമ്മുടെ സ്വഭാവത്തിന്റെ മേഖല, നിഫാഖിന്റെ വിഷയത്തിൽ, ലോകമാന്യതയുടെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ്? മരിച്ചു പോകേണ്ടവരാണെന്ന ചിന്തയും ബോധവും ഹൃദയത്തിലുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പരിശുദ്ധമാക്കും. മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, ഇബ്നു അബൂ മുലൈക് താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സ്വഹാബത്തിൽ 30 സ്വഹാബിമാരെ ഞാൻ കണ്ടു, കണ്ണുകൊണ്ട് ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു. 30 സ്വഹാബത്തിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 30 സ്വഹാബത്തിനെ ഞാൻ അനുഭവിച്ചു, ഞാൻ അവരെ സ്നേഹിച്ചു, ഞാൻ അവരെ കണ്ടു. മിന സഹാബിൻ നബി കുല്ലുഹും യഖാഫുൻ നിഫാഖ്. അവരെല്ലാവരും കാപട്യത്തെ ഭയപ്പെടുന്നവരായിരുന്നു, കാപട്യത്തെ, നിഫാഖിനെ ഭയപ്പെടുന്നവരായിരുന്നു. മഖാഫഹു ഇല്ലാ മുഅ്മിനുൻ. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, കാപട്യത്തെ മുഅ്മിനല്ലാതെ ഭയപ്പെടുകയില്ല. വല അമിനഹു ഇല്ലാ മുനാഫിക്കുൻ. മുനാഫിക്ക് മാത്രമാണ് അതിൽ നിന്ന് നിർഭയത്വമുള്ളത്. ഇവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കാണാം. മുനാഫിക്കിന് ഏറ്റവും ഭാരമുള്ള നിസ്കാരം ഏതാണ്? അത് സുബഹിയാണ്, അത് ഇശ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത്, നിഫാഖിനെ പേടിക്കുന്നത് മുഅ്മിനീങ്ങൾ മാത്രമാണ്, നിഫാഖിനെ ഭയപ്പെടാത്തത് അത് മുനാഫിക്കുകൾ മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഇതിലേതിലാണ് നമ്മൾ ആലോചിക്കണം. മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരു ചിട്ടവട്ടം കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിന്റെ ശിആറുകളോട്, ഇസ്ലാമിന്റെ നിയമങ്ങളോട്, വിശ്വാസ മേഖലയിൽ, എല്ലാ മേഖലകളിലും പരിവർത്തനം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാണ് പടച്ച റബ്ബ് നിശ്ചയിച്ച അവധിയെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? എന്തൊക്കെ സ്വപ്നങ്ങളുമായി വിമാനം കയറിയവരാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർക്ക് കഴിഞ്ഞു. റബ്ബിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ അവധി വന്നാൽ, ഫഇദാ ജാഅ അജലുഹും, അള്ളാന്റെ അവധി വന്നാൽ
ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു നായിക നേരം, ഒരു മൈക്രോ സെക്കൻഡ്, ഒരു നാനോ സെക്കൻഡ് ഒരിക്കലും പടച്ചോൻ നമുക്ക് നീട്ടിത്തരൂല. ലോകം സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് നമ്മുടെ രേഖയിൽ പടച്ചോൻ രേഖപ്പെടുത്തിയതാണ് നമ്മൾ എത്രാമത്തെ വയസ്സിൽ മരിക്കും എന്നുള്ളത്. പക്ഷേ അള്ളാഹ് നമുക്കൊരു ഏറ്റവും വലിയൊരു സമ്മാനം തന്നു. അതെന്താ? നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് അള്ളാഹു അവതരിപ്പിച്ചതിലും വരാനിരിക്കുന്നതുമായ എല്ലാത്തിലും നിങ്ങളുടെ പ്രാർത്ഥന ഫലം ചെയ്യും. നമ്മുടെ അള്ളാഹുവിന്റെ ഖലാ-ഖദറിനെ തിരുത്താൻ പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നാളത്തേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് എന്ന ചിന്തയും ബോധവും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. 2 കാര്യങ്ങൾ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി. ആ 2 കാര്യങ്ങളും നമ്മൾ മറന്നു പോകരുത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസ മേഖലകളും കർമ്മത്തിന്റെ മേഖലകളിലും സൂക്ഷ്മത പാലിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗങ്ങളിൽ എല്ലാ നന്മകളിലും നമ്മളുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീനിനെ കളവാക്കിയവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മതത്തെ കളവാക്കിയവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരാണവർ? ഫദാലികല്ലദീ യദുഉൽ യതീം. യതീമുകളെ അവഗണിക്കുന്നവരാണവർ. വലാ യഹദ്ദു അലാ തആമിൽ മിസ്കീൻ. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ താല്പര്യമില്ലാത്തവരാണ്. അവരെക്കുറിച്ച് ഇസ്ലാം പറയുന്നത് അവർ മതത്തെ കളവാക്കിയവരാണ്. യതീമുകളെ സംരക്ഷിക്കാത്തവർ, യതീമുകളെ സഹായിക്കാത്തവർ, അവർ മതത്തെ കളവാക്കിയവരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. നിസ്കാരവും നോമ്പും പള്ളിയും മാത്രമല്ല ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കൂടെ ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ, പ്രയാസപ്പെടുന്നവന്റെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ താങ്ങും തണലുമായി മാറാൻ, അവരെ സ്നേഹിക്കാൻ, ആദരിക്കാൻ, ബഹുമാനിക്കാൻ, സഹായിക്കാൻ കാരുണ്യത്തിന്റെ ചിറകുകൾ ആ പാവങ്ങൾക്ക് വിരിച്ചു കൊടുക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഒരു വിശ്വാസി അവന്റെ വിശ്വാസം പൂർണ്ണമാകുന്നത് എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഏത് മേഖലയിലാണ് ഇസ്ലാമിന്റെ ഇത്തരം നന്മകളൊക്കെ നമ്മളിലുള്ളത് എന്ന് പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മുന്നേറാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണം അതേത് സമയത്തും നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ്. മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ ശുദ്ധീകരിക്കാനും വിശുദ്ധമാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നബിയെ, വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവനാണ് വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിമാൻ. ഞാൻ എന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്, ഡ്രൈവ് ചെയ്യുന്നവരാണ്, ഓടുന്നവരാണ്, നടക്കുന്നവരാണ്, ജീവിതത്തിലെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഏത് സമയത്താണ് പടച്ചോ നമ്മുടെ അവധി നിശ്ചയിച്ചെന്ന് നമുക്ക് ആർക്കും അറിയില്ല. മരണം എത്തുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളും വിശുദ്ധമാക്കി മരണാനന്തര ജീവിതത്തിന് തയ്യാറെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ്, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുള്ളൊരു സദസ്സിൽ വെച്ച് അള്ളാന്റെ റസൂല് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നോമ്പുകാരൻ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത്? ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത്? 4 കാര്യങ്ങൾ ചോദിച്ചു. ആരും ഒന്നും പറയുന്നില്ല. സദസ്സിന്റെ പിന്നിൽ നിന്ന് വെളുവെളുത്ത കൈ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ആ കൈ ഉയർത്തിയ വ്യക്തിയെ പ്രവാചകൻ നോക്കി. അതാരാണ്? അത് പ്രവാചകന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാനിന്ന് നോമ്പുകാരനാ. നബിയെ ഞാനിന്നൊരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നബിയെ ഞാനിന്നൊരു രോഗീനെ സന്ദർശിച്ചിട്ടുണ്ട്. നബിയെ ഞാനിന്നൊരു ജനാസ അനുഗമിച്ചിട്ടുണ്ട്. ഈ 4 കാര്യവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താ അറിയോ? മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യം ഒരാളിലുണ്ടോ അയാൾക്ക് സ്വർഗമുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അയൽപക്കത്ത് രോഗിയുണ്ട്, പക്ഷെ ആ രോഗിനെ നമ്മൾ സന്ദർശിക്കൂല, ആ രോഗിക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കൂല. സോഷ്യൽ മീഡിയയിലെ രോഗിയെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ കുടുംബത്തിലൊരു രോഗിയുണ്ട്, ആ രോഗിക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ആ രോഗിന്റെ കാര്യത്തിൽ ഇടപെടാൻ നമ്മൾ ആരും തയ്യാറല്ല. കാരണം എന്താ? സോഷ്യൽ മീഡിയയിലൂടെ രോഗികളെ അവരുടെ മരുന്നിന് വേണ്ടി ആളുകൾക്ക് മുമ്പിൽ കൈനീട്ടുമ്പോൾ മാത്രമാണ് നമ്മുടെ ആളുകൾക്കിടയിൽ നമുക്ക് സ്വീകാര്യതയും ആളുകൾക്കിടയിൽ ആളുകളുടെ മനസ്സിൽ നമുക്ക് സ്ഥാനം ഉണ്ടാകുള്ളൂ. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നന്മകളിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകണം. ഏറ്റവും പ്രധാനം സാമ്പത്തിക രംഗം വളരെ പ്രധാനമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ലാ തുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും അൻ ദിക്രില്ല. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഒരിക്കലും അല്ലാഹുവിനെ തൊട്ട് നിങ്ങൾ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വമൻ യഫ്അൽ ദാലിക, അങ്ങനെ സംഭവിച്ചാൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്, യഅതി അലന്നാസി സമാനുൻ, മനുഷ്യർക്കൊരു കാലം വരാനുണ്ട്, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം. മനുഷ്യർക്കൊരു കാലം വരാനുണ്ട്, അവർ സമ്പത്ത് സ്വീകരിക്കുന്നത് ഹറാമാണെന്നോ ഹലാലാണെന്നോ പരിശോധിക്കാതെ അവർ സമ്പത്ത് സ്വീകരിക്കും. ഹറാമാണോ ഹലാലാണെന്നോ പരിശോധിക്കൂല. നോക്ക്, ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പുകളുടെ വെട്ടിപ്പുകളുടെ കഥകൾ മാത്രമാണ്. അതിൻ്റെ ഒക്കെ ഏറ്റവും മുകളിലത്തെ പേര് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പറുടെ പേരാണ്. കൊടുക്കുന്ന പണം, സ്വീകരിക്കുന്ന പണം ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കാത്തൊരു കാലം വരുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. കാരണം നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, ഒരു മുസ്ലിം അവന്റെ സാമ്പത്തിക രംഗം പരിശുദ്ധമാകണം. ഒരാളുടെ നയാ പൈസ, ഒരു ഫീൽസ്, ഒരു രൂപ അന്യായമായ ഒരാൾ സമ്പാദിച്ചാൽ നാളെ ഇവിടുന്ന് കൊടുത്തു വിട്ടിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് ചെന്നിട്ട് ആ 1 ഉറുപ്പ്യക്ക് പകരം നമ്മൾ കൊടുക്കേണ്ട എന്തായിരിക്കും എന്നറിയോ? നമ്മുടെ നിസ്കരിച്ച സുബഹി നിസ്കാരം, നമ്മളെടുത്ത നോമ്പ്. അത്ര ഗൗരവമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് 4 കാര്യങ്ങൾ ചോദിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യന്റെ കാലും മുന്നോട്ട് വെക്കാൻ പറ്റൂല. അതിൽ ഒരു ചോദ്യം എന്താ അറിയോ? മിൻ ഐന ഇക്തസബഹു, എവിടുന്നാണ് നിനക്ക് ഈ പൈസ കിട്ടിയത്? രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? വഫീ മൻഫഖ്തഹു, നീ എവിടെയാണ് അത് ചെലവഴിച്ചത്? 2 കാര്യം ചോദിക്കുന്നുണ്ട്. എവിടുന്ന് കിട്ടി, എവിടെ ചെലവഴിച്ചു? നമ്മുടെ കയ്യിലൊക്കെ പൈസ വരുന്നുണ്ട്, അത് എവിടുന്നാ കിട്ടുന്നത്? നമ്മളൊക്കെ പൈസ ചെലവഴിക്കേണ്ടത് അത് എവിടെയാണ് ചെലവഴിക്കുന്നത്? ഈ 2 ചോദ്യവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടച്ചോന്റെ മുമ്പിൽ നമുക്കുണ്ട്. ആ ചോദ്യം ചോദിച്ചിട്ടല്ലാതെ നമ്മളെ കാല് മുന്നോട്ട് വെക്കാൻ പറ്റൂല. അതുകൊണ്ട് സാമ്പത്തിക രംഗം വളരെ പ്രധാനമാണ്. കടം, ഇഷ്ടം പോലെ കടം വാങ്ങാണ്. എഴുതി വെക്കുന്നുണ്ടോ? ഇല്ല. നിബന്ധനകളുണ്ടോ? ഒരു നിബന്ധനയില്ല. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക്, പള്ളിയിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവന്ന് നിസ്കരിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂല് നിസ്കരിക്കാൻ വേണ്ടി മയ്യത്തിന്റെ അടുത്ത് ചെന്നപ്പോ സഹാബത്തിനോട് ചോദിച്ചു, ഇയാൾക്ക് കടമുണ്ടോന്ന്? സഹാബിമാര് പറഞ്ഞു, നബി 2 ദീനാറ് കടണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞ എന്താ അറിയോ? സല്ലു അലാ സാഹിബിക്കും, നിങ്ങളെ കൂട്ടുകാരനെ നിസ്കരിച്ചോ, ഞാൻ ഇയാൾക്ക് നിസ്കരിക്കാനില്ല. മാറി നിന്നു. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ നിങ്ങളെ നിസ്കരിക്കാതെ മാറി നിന്നാൽ ഞങ്ങൾക്കത് ഭയങ്കര സങ്കടാകും. അതുകൊണ്ട് നബിയെ അയാളെ കടം ഞാൻ ഏറ്റെടുത്തു, നിങ്ങൾ നിസ്കരിക്കണം. അള്ളാന്റെ റസൂല് ആ മയ്യത്തിന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ആദ്യത്തെ ചോദ്യം എന്താ അറിയോ? അബൂ ഖത്താദ, നിന്റെ കൂട്ടുകാരനില്ലേ, നീ ഏറ്റെടുത്ത കടമേറ്റെടുത്ത വ്യക്തി, അയാളെ കടം നീ വീട്ടിയെന്ന് ചോദിച്ചു. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ, ഇനി വീട്ടാൻ എത്ര സമയമുണ്ട്? അള്ളാന്റെ റസൂല് പറഞ്ഞു, അബൂ ഖത്താദ, ആ കടമുണ്ടല്ലോ അത് നിന്നിലും നിന്റെ കുടുംബത്തിലുമാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം. അടുത്ത ദിവസം വീണ്ടും അള്ളാന്റെ റസൂല് കണ്ടപ്പോ ചോദിച്ച ചോദ്യം എന്താ അറിയോ? അബൂ ഖത്താദ, നീ ആ കടം വീട്ടിയോ? ഉടനെ തന്നെ പറഞ്ഞു, നബിയെ ഞാൻ ആ കടം വീട്ടി. അള്ളാന്റെ റസൂല് പറഞ്ഞ എന്താ അറിയോ? അൽ ആന ബറദത്ത് അലൈഹി ജിൽദ, ഇപ്പോഴാണ് നിന്റെ കൂട്ടുകാരന് അവന്റെ ഖബറിലൊരു സ്വസ്ഥത കിട്ടിയത്,
സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് ആരോടൊക്കെ കടം വാങ്ങിയിട്ടുണ്ടോ അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇനി തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ മക്കളോട് വസിയത്തായിട്ട് എഴുതി വെക്കണം, മക്കളെ ഞാൻ മരിച്ചാൽ എന്റെ കടങ്ങൾ വീട്ടണം, ഇത്ര കടം, ഇന്ന ആൾക്കാർക്ക് കടം, സാക്ഷികൾ മുഖേന എഴുതി വെക്കണം. എന്നിട്ട് മക്കൾക്കും വാപ്പാന്റെ കടം വീട്ടാൻ പറ്റൂലെങ്കിൽ വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് വാപ്പാന്റെ സ്വത്തിന്റെ ഒരു ഭാഗം വിറ്റിട്ട് കടം വിട്ടിട്ടേ വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചെന്ന മതാണ് പരിശുദ്ധ ഇസ്ലാം എന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെ എല്ലാ മേഖലകളിലും പരിശുദ്ധി നിലനിർത്താൻ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, ആർക്കെങ്കിലും കടം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് വസിയത്തായിട്ട് 2 സാക്ഷികൾ മുഖേന നിങ്ങൾ എഴുതി വെക്കണം. അതൊരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും പ്രവാചകന്റെ മാതൃകകൾ അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഒരു പ്രിയപ്പെട്ട ഒരു 15 വയസ്സുള്ളൊരു മോന് മേജർ സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മോന് പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരത്തിലുള്ള എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ നിയമങ്ങൾക്കനുസൃതമായി വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ വീണ് പടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക്, കുടുംബങ്ങൾക്ക്, നാടിന് അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജൂതന്മാരുടെ കരവലയങ്ങളിൽ നിന്ന് ഫലസ്തീനിന്റെ മണ്ണിനെ മോചിപ്പിക്കാൻ ആ നാട്ടിലെ ജനങ്ങൾക്ക് അള്ളാഹു ഇസ്സത്തും ഖുവ്വത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിം ആയതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു നിർഭയത്വവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബ് الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.